എത്ര ചർച്ചകൾ നടത്തിയിട്ടും എത്ര കമ്മിറ്റികളും യോഗങ്ങളും വിളിച്ചിട്ടും ഇപ്പോഴും CPM-ൽ തീരാത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ പരാജയം. മൂന്ന് തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം എന്ന് പറയുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ 3 തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി. CPM ഏതൊക്കെ രീതിയിൽ പല കമ്മിറ്റികളിലും പല വിമർശനങ്ങൾ ഉണ്ടാകുന്നു. പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകുന്നു, PR ടീമിനെതിരെ വിമർശനം ഉണ്ടാകുന്നു, MV ഗോവിന്ദനെതിരെ വിമർശനം ഉണ്ടാകുന്നു, മന്ത്രിമാരുടെ ധാർഷ്ട്യമാണെന്നുള്ള വിമർശനം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ കമ്മിറ്റികളിൽ നിന്ന് തന്നെ നിരന്തരമായി വിമർശനങ്ങൾ ഉണ്ടാകുന്നു. മുന്നണി യോഗം, പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും മുന്നണി യോഗം പോലും ഇതുവരെയും വിളിച്ചു ചേർക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ആ ഒരു സാഹചര്യത്തിലാണ് KK ശൈലജ തുറന്നു പറയുന്നത്. KK ശൈലജ മാത്രമല്ല, ഓരോരുത്തരായി ഞാൻ മനസ്സിലാക്കുന്നത് ഓരോരുത്തരായി തുറന്നു പറയുകയാണ്. കഴിഞ്ഞ ദിവസം P രാജീവ് തന്നെ പറഞ്ഞു, LDF അല്ലാതെ മറ്റാര് എന്നത് തിരിച്ചടിയായി. CPM-നും LDF-നും വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് LDF അല്ലാതെ മറ്റേ. ഇന്ന് KK ശൈലജ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, വലിയ രീതിയിലുള്ള മാറ്റം വരണം. ഇതിനു മുൻപും CPM-ഉം LDF-ഉം ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം 3 തെരഞ്ഞെടുപ്പിലുണ്ടായ, ചേർത്ത് നടന്ന 3 തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം എന്താണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നേതാക്കളുടെ നിലപാടുകളിലും ആറ്റിറ്റ്യൂഡിലും മാറ്റം വരുത്തണം. നേതാക്കളും പ്രവർത്തകരും ജനങ്ങളിൽ നിന്ന് അകന്നു. ആ രീതിയിലൊക്കെ KK ശൈലജ പ്രതികരിച്ചിരിക്കുന്നു. ഒരു മുതിർന്ന നേതാവ്, മുഖ്യമന്ത്രിയായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ആളാണ് KK ശൈലജ എന്ന് പറയുകയും KK ശൈലജയെ പോലും തെരഞ്ഞെടുപ്പിന് മുൻപ് ഒതുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ CPM-ലെ ആഭ്യന്തര കലഹം തീരാനുള്ള സാധ്യതയുണ്ടോ? പരാജയത്തിന്റെ കാരണം തേടാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ട ആവശ്യമില്ല എന്നാണ് KK ശൈലജയുടെ വാക്കുകളിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. KK ശൈലജ CPM-ന്റെ കേരളത്തിലെ ഒരു സ്റ്റാർ ക്യാമ്പയിനറും സ്റ്റാർ ലീഡറുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവർ നടത്തിയ ഇടപെടലുകൾ പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ അടക്കം കയ്യടി നേടിയ സമീപനമാണ്. 2021-26 കാലഘട്ടത്തിലെ രണ്ടാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ഇടപെടലുകൾ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് KK ശൈലജയുടെ കാലത്തെ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലുകൾ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. PR വർക്കുകളുണ്ട്, അവരുടെ ഗിമ്മിക്കുകളുണ്ട്, ഇതൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന രൂപത്തിൽ അവർ നടത്തിയ ഇടപെടലുകൾ പ്രശംസിക്കേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് നിപ കാലഘട്ടത്തിലും കോവിഡ് കാലഘട്ടത്തിലും നടത്തിയ ഇടപെടലുകൾ കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. അതിന്റെ മറവിൽ അവർ തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാനും സർക്കാരിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള PR വർക്കുകൾ നടത്തിയിട്ടുണ്ട്. ആധുനിക രാഷ്ട്രീയത്തിൽ അത് സർവ്വസാധാരണമാണ് എന്നതിലും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ 60,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ച ശൈലജയെ തൊട്ടപ്പുറത്തെ പേരാവൂര് പോലെയുള്ള കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിലാണ് മത്സരിപ്പിക്കുന്നത്. അതിനവർക്ക് പറഞ്ഞ കാരണം, നേരത്തെ ശൈല ടീച്ചർ അവിടെ ജയിച്ചിരുന്നു. ശൈല ടീച്ചർ ഭയങ്കര ജനകീയ ഇമേജുള്ള സ്ഥാനാർത്ഥിയാണ്, അവർക്ക് പേരാവൂർ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന്. പേരാവൂരിൽ KK ശൈലജ ജയിക്കുന്നത് മണ്ഡല പുനർനിർണയത്തിന് മുമ്പാണ്. പേരാവൂരിൽ ശൈലജ ജയിച്ച മണ്ഡലമായിരുന്നില്ല കഴിഞ്ഞ തവണ അവർ മത്സരിച്ച പേരാവൂർ. ആ മണ്ഡലത്തിന്റെ ചിത്രമടക്കം ആകെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ശൈലജ പറയുന്ന ഈ കാര്യം, തുറന്നു പറഞ്ഞ ഈ കാര്യം CPM-നകത്തെ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന ആൾ മുതൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെ പറയുന്ന ഒരു കാര്യമാണ്. കാരണം നേതാക്കന്മാരുടെ ധാർഷ്ട്യം, ജീവിതശൈലി, ധിക്കാരം, പാർട്ടി പ്രവർത്തകരുടെ സാധാരണക്കാരോടുള്ള ഇടപെടലുകൾ, സർക്കാരിന്റെ ഇടപെടലുകൾ, ഇതെല്ലാം CPM-ന് തിരിഞ്ഞുകുത്തിയിട്ടുണ്ട്. ശൈലജ ടീച്ചർ ഇത് തുറന്നു പറയുമ്പോൾ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരികയാണ്. വടകര ഒരു കാലത്ത് CPM-ന്റെ പൊന്നാപരം കോട്ടയാണ്. വോട്ടിന്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ CPM അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും വടകരയിൽ ഒരു കാരണവശാലും ജയിക്കാൻ പാടില്ല. കാരണം കൂത്തുപറമ്പ്, തലശ്ശേരി, വടകര, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി, കുറ്റ്യാടി 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് വടകര ലോക്സഭാ മണ്ഡലം. കൂത്തുപറമ്പും തലശ്ശേരിയും വടകരയും നാദാപുരവും കൊയിലാണ്ടിയും പേരാമ്പ്രയും കുറ്റ്യാടിയും, ഈ 7ഇടത്തും വോട്ടിന്റെ കണക്കിൽ CPM തന്നെയാണ് മുന്നിൽ. അവിടെ UDF-ഉം LDF-ഉം തമ്മിൽ ഒരു ബലാബലമുള്ള മണ്ഡലമുണ്ടെങ്കിൽ അത് കുറ്റ്യാടി മാത്രമാണ്. ബാക്കി 6ഇടത്തും വോട്ടിന്റെ കണക്കിൽ, അതായത് വോട്ടർമാരുടെ എണ്ണമെടുത്ത് ഇന്ന പാർട്ടി എന്ന് പരിശോധിക്കുമ്പോൾ അത് CPM തന്നെയാണ് മുന്നിൽ. അവിടെയാണ് 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം CPM-ന് ജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. 2009-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പരാജയപ്പെടാണ്ടായ ഒരു കാരണം, അന്ന് പരാജയപ്പെട്ട P സതീദേവിയാണ്. പരാജയപ്പെടാണ്ടായ ഒരു കാരണം RMP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണവും TP ചന്ദ്രശേഖരൻ അവിടെ മത്സരിച്ചതുമാണ്. എന്നാൽ 2014-ലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറിമറിയുന്നു. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം CPM-നെ തിരിഞ്ഞുകുത്തി. എന്നാൽ പിന്നീട് 2019-ലും 2024-ലും CPM-ന് ജയിക്കാൻ കഴിയില്ല. അവിടെ ശൈലജ ടീച്ചറെ കൊണ്ടുവന്നപ്പോൾ CPM ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. വടകരയിൽ 1.25 ലക്ഷത്തിനടുത്ത വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ ജയിക്കുന്നത്. അതായത് CPM-കാർ അടക്കം ഷാഫി പറമ്പിലും കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു. അതിനുശേഷമുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ വർഗീയത ആളിക്കത്തിക്കുന്ന നിലപാട്, നേതാക്കന്മാരുടെ ധാർഷ്ട്യം,
പിൻവാതിൽ നിയമനങ്ങൾ അടക്കം കേരളത്തിൽ ചർച്ചയായി. ഇത് ശൈലജ ടീച്ചറുടെ വാക്കുകളാണ്. അത് മാത്രമല്ല, സാധാരണക്കാരുമായി ഇടപഴകുന്നതിൽ CPM നേതാക്കന്മാർ പരാജയപ്പെട്ടു. അഹങ്കാരം, ധാർഷ്ട്യം, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം, ഇതെല്ലാം CPM-നെ കൃത്യമായി തിരിഞ്ഞുകൊത്തിയിരിക്കുന്നു എന്ന് ശൈലജ ടീച്ചർ തുറന്നു പറയുകയാണ്. അതിനു മുമ്പ് PP ദിവ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ചർച്ചയായതാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെ നെഗറ്റീവായി ബാധിച്ചു. അതിനെ മറികടക്കാൻ CPM-ന് കഴിഞ്ഞില്ല എന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. അത് മാത്രമല്ല, അവർ പറയുന്ന ഒരു കാര്യം CPM വ്യക്തമായി ഇഴകേറി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. CPM നിരവധിയായ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ട്. 1957 കേരളത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം CPM തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുമിച്ച് മത്സരിച്ച സമയത്ത് അവർ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം CPM-ന്റെ കണ്ണു തുറപ്പിക്കുന്ന പരാജയമാണ്. CPM-ന്റെ പൊന്നാവരം കോട്ടകളായ ഉദുമ, തൃക്കരിപ്പൂര്, തളിപ്പറമ്പ്, പയ്യന്നൂര്, എലത്തൂര്, അത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ധർമ്മടത്ത് പോലും പിന്നിൽ ധർമ്മടത്ത് പിന്നിൽ പോയെങ്കിലും ധർമ്മടം നേരത്തെ 12,000 വോട്ടിന് ജയിച്ചതും 40,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിന് കണക്കുണ്ട്. തിരുവനന്തപുരത്ത് വാമനപുരം, ചിറയൻകീഴ്, ഇത്തരത്തിൽ നിരവധിയായ മണ്ഡലങ്ങളിൽ, കൊടുങ്ങല്ലൂര്, എണ്ണയാൾക്ക് വിരലിൽ എണ്ണാൻ കഴിയാത്ത പൊന്നാനി, തവനൂര്, ഇത്തരത്തിൽ നിരവധിയായ മണ്ഡലങ്ങളിൽ CPM അതിദയനീയമായ പരാജയം ഏറ്റുവാങ്ങുകയാണ്. ഈ പരാജയം ഏറ്റുവാങ്ങുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഉണ്ടായത് സംസ്ഥാന സർക്കാരിനോടുള്ള വികാരത്തിനോടപ്പുറം, ജനവിരുദ്ധ വികാരത്തിനോടപ്പുറം CPM നേതാക്കന്മാരോടുള്ള ജനവിരുദ്ധ വികാരം, അല്ലെങ്കിൽ CPM നേതാക്കന്മാരുടെ ധാർഷ്ട്യത്തിനെതിരായുള്ള വിധിയെഴുത്താണ്. സാധാരണക്കാരായ CPM പ്രവർത്തകന്മാർ വോട്ട് ചെയ്യാതെ ഒരിക്കലും പയ്യന്നൂരിൽ ജയിക്കില്ല, തളിപ്പറമ്പിൽ ജയിക്കില്ല, അതോടൊപ്പം തന്നെ ഉദുമയിൽ ജയിക്കില്ല, തൃക്കരിപ്പൂരിൽ ജയിക്കില്ല, വാമനപുരത്ത് ജയിക്കില്ല, ചിറയൻകീഴിൽ ജയിക്കില്ല, പിന്നെ പൊന്നാനിയിൽ ജയിക്കില്ല. ഇങ്ങനെ ഒരിടത്തും ജയിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ശൈലജ ടീച്ചർ പറയുന്നത് തിരിച്ചുവരവ് അത്ര എളുപ്പമല്ല. പാർട്ടി നേതാക്കന്മാർക്ക് പ്രവർത്തകന്മാരുമായി ആത്മബന്ധം ഉണ്ടാകണം. ആത്മബന്ധം സ്ഥാപിച്ച് പാർട്ടി നേതാക്കന്മാരുടെ ധിക്കാരവും ധാർഷ്ട്യവും അഹങ്കാരവും അവസാനിപ്പിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് തിരിച്ചുവരവ് എളുപ്പമല്ല എന്നാണ് പാർട്ടി നേതാക്കന്മാരെ ശൈലജ ടീച്ചർ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ടല്ലോ, ശൈലജ ടീച്ചർ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനു മുൻപും ഒരുപാട് പേർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ഒരുപാട് പേർ പ്രതികരിക്കുകയുണ്ടായി. എന്താണ് CPM-ന് പത്മകുമാറിന്റെ അടക്കമുള്ള വിഷയങ്ങൾ പലരും പറഞ്ഞു. എന്നിട്ടും തിരുത്താൻ തയ്യാറാണ്, അല്ലെങ്കിൽ CPM-ൽ വലിയ മാറ്റം വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴും പിണറായി വിജയനും MV ഗോവിന്ദനും മാറാൻ തയ്യാറായിട്ടില്ല. അവർ മാറില്ല എന്ന നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോ ശൈലജ ടീച്ചർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. P രാജീവ് കഴിഞ്ഞ ദിവസം പറയുകട്ടെ. അപ്പൊ ഇനി ശൈലജ ടീച്ചർ, ഇതിനു മുൻപും ശൈലജ ടീച്ചർ പലതവണ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരെ മാറ്റി നിർത്തിയത്. ഇതിപ്പോ ഇതെല്ലാം അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് പിണറായി വിജയൻ MV ഗോവിന്ദനും മാറുകയാണെങ്കിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അവർ രണ്ടുപേരും മാറില്ല, ഞങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശേഷം പ്രളയം എന്ന ആറ്റിറ്റ്യൂഡിൽ പോകുമ്പോൾ പാർട്ടി എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? തീർച്ചയായും ഇപ്പോൾ CPM-നകത്ത് പരാജയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് നടക്കുകയാണ്. ബ്രാഞ്ച് തല റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിംഗിന് ശേഷം പാർട്ടിയുടെ പുതിയ നടപടിക്രമങ്ങൾ, അതായത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ 5 കൊല്ലത്തിനിടയിൽ മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ. പാർട്ടി സെക്രട്ടറി തലത്തിൽ ഒരു മാറ്റം വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടുത്ത സമ്മേളനത്തോടുകൂടി പുതിയ പാർട്ടി സെക്രട്ടറി വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പക്ഷെ അതാര്, ജനകീയനായ ഒരു സെക്രട്ടറി വരുമോ എന്നൊരു ചോദ്യമാണ് പാർട്ടി പ്രവർത്തകർ ഉന്നയിക്കുന്നത്. പല ഭാഗത്തുനിന്നും മുറവിൽ കൂട്ടുന്ന ഒരു കാര്യമുണ്ട്. ജയരാജനെ പോലെ, P ജയരാജനെ പോലെ പാർട്ടി അണികളുമായി ആത്മബന്ധമുള്ള നേതാവ് പാർട്ടി ഭാരവാഹിത്വത്തിലേക്ക്, സെക്രട്ടറി സ്ഥാനത്തേക്ക് വരട്ടെ എന്നൊക്കെ അണികൾ ഇങ്ങനെ മുറവിൽ കൂട്ടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നടക്കുമോ എന്നതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും KK ശൈലജ അടക്കമുള്ളവർ ഉയർത്തിയ സ്വയം വിമർശനം, ആത്മവിമർശനം പാർട്ടി കൃത്യമായി പരിശോധിക്കണം. കാരണം CPM ഇവിടെ തകർച്ച ഉണ്ടായാൽ, അല്ലെങ്കിൽ CPM-ന് ക്ഷീണം ഉണ്ടായാൽ ഒരു കാരണവശാലും കോൺഗ്രസിനോട് വളരാൻ സാധിക്കില്ല. ആ സ്പേസ് കവർ ചെയ്യുക BJP-യാണ്. അതുകൊണ്ട് തന്നെ CPM ആത്മപരിശോധന നടത്തണം. CPM ഒരു കാലഘട്ടത്തിലും കേരളത്തിൽ തകരണമെന്ന് ആഗ്രഹിക്കുന്ന, വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. കാരണം CPM കേരളത്തിൽ ഉണ്ടാകണം. കേരളത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രത്താളുകളിൽ നിരവധിയായ സമര പോരാട്ടങ്ങളുടെ ചരിത്രം എഴുതി ചേർത്ത പ്രസ്ഥാനമാണ് CPM. ജന്മികുടിയാൻ വിഷയങ്ങളടക്കം CPM കൈക്കൊണ്ട നിലപാട് കേരളം രാഷ്ട്രീയം കണ്ടതാണ്. അന്ന് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ജന്മികളുടെ പക്ഷത്ത് നിന്നപ്പോൾ സാധാരണക്കാരന് വേണ്ടി ശബ്ദമുയർത്തിയ പ്രസ്ഥാനമാണ് CPM. അത്തരത്തിൽ നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഭൂപരിഷ്കരണം ഉൾപ്പെടെ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം, അവന് ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ ഉള്ള അർഹത ഉണ്ടാക്കി തന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. അത്തരത്തിൽ നിരവധിയായ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ പ്രസ്ഥാനം തന്നെയാണ് CPM. ആ പ്രസ്ഥാനം നശിക്കരുത് എന്നാണ് വ്യക്തിപരമായ എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ CPM നേതാക്കന്മാർ, ശൈലജ ടീച്ചറും അതോടൊപ്പം മറ്റ് P രാജീവും ഉൾപ്പെടെയുള്ള CPM-ന്റെ
തലമുതിർന്ന നേതാക്കന്മാരും പാർട്ടി അംഗങ്ങളും പാർട്ടി അനുഭാവികളും പറയുന്ന പോലെ ആത്മവിമർശനം നടത്തി പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു ശുദ്ധീകരണം നടത്താൻ CPM നേതൃത്വം തയ്യാറാകണം. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ കേരളത്തിൽ പാർട്ടി അസ്തമിക്കരുത്. അതിനുവേണ്ടിയുള്ള പ്രയത്നം പാർട്ടി നേതൃത്വം നടത്തണം. നേതൃത്വത്തെ തിരുത്താൻ അണികൾ തയ്യാറാകണമെന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം.